ഒരു സാഹചര്യം വരട്ടെ നമുക്ക് അടിക്കാം എന്ന് കരുതി നമ്മൾ മാറ്റി വെക്കാറാണ് പലപ്പോഴും. എന്നാൽ ചില പെർഫ്യൂമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അടിച്ചു തീർന്ന് മണം പോയതിനു ശേഷവും ഒന്നും കൂടി ഒന്ന് മണത്താം. നമുക്ക് ആ മണത്തിനോടുള്ള ഒരു ഭ്രമം, ഒരു ആവേശം, വീണ്ടും വീണ്ടും ഒന്ന് അടിച്ചു നോക്കണം എന്നുള്ള ഒരു പ്രേരണ തരുന്നെങ്കിൽ അതാണ് ആ പെർഫ്യൂമിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു താല്പര്യം കൂടെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് ഈ ഒരു പെർഫ്യൂമിനോട് തോന്നി. കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അർമാനി സ്ട്രോങ് വിത്ത് യു പെർഫ്യൂമിന്റെ ഡീക്കന്റ് ഒരു 4ml ഞാൻ ഗിവ് അവേ ചെയ്യാം. അപ്പം പറഞ്ഞ മാനദണ്ഡം ഇതായിരുന്നു. നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടിയ പെർഫ്യൂം ഏതാണ് അത് കമന്റിൽ പറയുക. ശേഷം വാട്സപ്പിൽ എൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. എന്തായാലും ഒരു 4 പേര് അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 4 പേരുടെ പേര് കണക്കാക്കി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ നമ്പറാണ് വന്നിരിക്കുന്നത് 7356903175. ഇതാരാണെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും. അടുത്തതായിട്ട് ഞാൻ ഡീക്കൻഡ് അല്ലെങ്കിൽ ഗിവ് അവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, താങ്ക്സ് ഗിവിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടെർഡെർമസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടിയ പെർഫ്യൂം ഏതാണോ അതിനെക്കുറിച്ച് ഒരു റിവ്യൂ കമന്റിൽ പറയുക. അത് സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കരുത്. അപ്പം ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് കജാലിന്റെ ഒരു പെർഫ്യൂം, കജാൽ ഏക്കൺ. വളരെ നാളുകളായിട്ട് ഞാൻ കണ്ണു വെച്ചൊരു പെർഫ്യൂമാണ് കജാൽ ഏക്കൺ. കാരണം ഇതിന്റെ ഒരു വയൽ അപ്രതീക്ഷിതമല്ല, ലമാർ കജാൽ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ സാമ്പിളായിട്ട് എനിക്ക് കിട്ടിയിരുന്നു. അത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കജാൽ ലമാർ ട്രൈ ചെയ്തതിനേക്കാൾ കൂടുതൽ ആവേശം ഏക്കൺ ട്രൈ ചെയ്യാൻ തോന്നി. ഫ്രാഗ്രഡിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഒരു ലമാർ കജാലിനേക്കാൾ കൂടുതലും പറഞ്ഞിരിക്കുന്നത് ഈ ഏക്കൺ ആണ്. അപ്പം എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സ്നിഫ് എന്ന് പറയാം. അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് കജാൽ ഏക്കൺ. കജാൽ ലമാർ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. റിവ്യൂ മസ്റ്റായിട്ട് കാണുക. നിങ്ങൾ ഡെഫിനറ്റായിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമാണ് കജാൽ ലമാർ. അപ്പം അവരുടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഏക്കൺ ബൈ കജാൽ EDP കോൺസെൻട്രേഷൻ. അപ്പം കജാലിൻ്റെ പ്രസൻറ്റേഷൻ ഗംഭീരമായിട്ടുള്ള പ്രസൻറ്റേഷനാണ്. നീഷ് പെർഫ്യൂമിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രസൻറ്റേഷനാണ് കജാൽ ലമാറിൻ്റെ ഒരു ഗോൾഡൻ പിന്നെ അറബിക് എൻഗ്രേവിംഗ് ഒക്കെ ഉള്ള ഒരു ഡിസൈൻ, ഒരു കൊത്തു വർക്ക്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആർട്ട് വർക്കായിരുന്നു അതിൽ ചെയ്തു വെച്ചത്. അപ്പോൾ ഏക്കൻ്റെ ബോക്സ് അതിൽ നിന്ന് വിഭിന്നമല്ല, സെയിം തന്നെയാണ്. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും കാണാം. EDP കോൺസെൻട്രേഷൻ ലോട്ട് നമ്പർ 42064080. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എഴുത്തുകൂത്തും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാനിത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫുൾ റിവ്യൂ ആണ്. ഇതാണ് ബോട്ടിലുണ്ട്. ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു ബോട്ടിൽ ഡിസൈനാണ്. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. കജാൽ ലമാർ പോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബോട്ടിൽ ഡിസൈൻ. കറുപ്പ് നിറത്തിലാണോ എന്ന് തോന്നിയത്. കറുപ്പ് നിറത്തിൽ അറബിക് എൻഗ്രേവിങ്സ് ചേർത്തിട്ടുള്ളത്. അന്വേഷിച്ചപ്പോൾ ഈ ഏക്കൺ അല്ലെങ്കിൽ കജാൽ ലമാർ ഇതെല്ലാം സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരാണ്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാവുന്നവർ, ഇതിനെക്കുറിച്ച് അർത്ഥം അറിയാവുന്നവർ കമന്റിൽ തിരുത്തുക. അപ്പം എനിക്ക് അറിയാവുന്നിടത്തോളം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഏക്കൺ എന്ന് പറയുന്നത് സ്വർണം അല്ലെങ്കിൽ സ്വർണം പോലെ തിളങ്ങുന്ന അല്ലെങ്കിൽ അത് സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് എന്തോ ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ മുകളിൽ ക്യാപ്പ് കണ്ടോ, ക്യാപ്പ് പ്ലാസ്റ്റിക് അല്ല, മെറ്റലാണ്. മെറ്റലിൽ കുറേ എഴുത്തുകൂത്ത് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ അറബിക് വേർഡിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കിൽ ഷൈനി ആയിട്ടുള്ള ഒരു പാറ്റേൺ, വളരെ പ്രീമിയം ആയിട്ടുള്ള പ്രീമിയം ആണല്ലോ, ഏകദേശം 10-18,000 രൂപ അടുപ്പിച്ച് വിലയുള്ള ഒരു പെർഫ്യൂമാണ്. അപ്പോൾ തീർച്ചയായും പ്രീമിയം ആയിട്ടുള്ള പെർഫ്യൂം തന്നെയാണ്, യാതൊരു സംശയമില്ല. നീഷാണ്. അപ്പോൾ ബോട്ടിൽ പ്രസൻറ്റേഷൻ നമ്മൾ അത്രയും രൂപ കൊടുക്കുമ്പോൾ ഈ പെർഫ്യൂം യൂസ് ചെയ്തതിന് ശേഷവും ഈ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ നമ്മുടെ ഷെൽഫിൽ ഇരിക്കുമ്പോൾ അത് വെച്ചൊരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ കഴിയണം. അപ്പോൾ ബോട്ടിൽ കണ്ടിട്ട് ആളുകൾ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കണം, കാരണം അത്രയും വില കൊടുക്കുന്നതല്ലേ. അപ്പം ഈ ഒരു പെർഫ്യൂം ഷെൽഫിൽ ഇരിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും ചോദിക്കും അതെന്തോ ഈ സാധനം എന്ന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അപ്പം പ്രസൻറ്റേഷൻ, അടിപൊളി പ്രസൻറ്റേഷൻ, കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ. ഓക്കെ, ഇനി നമ്മുടെ സെൻറ്റ് പ്രൊഫൈൽ. ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് മെയിനായിട്ട് സ്വീറ്റ്, ഫ്രൂട്ടി, ട്രോപ്പിക്കൽ, ഫ്രഷ്, സിട്രസ്, ഫ്രഷ്, സ്പൈസി, വുഡി, പൗഡറി, മസ്കി, വാനില. അപ്പോൾ ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത് ഒരു ഫ്രൂട്ടി, ഫ്രഷ്, സ്വീറ്റ് ആയിട്ടുള്ള ഒരു ജോണറിൽ വരുന്ന ഒരു പെർഫ്യൂമാണ്. 2024 ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. പെർഫ്യൂമറിൻ്റെ പേര് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല, എങ്കിലും ഗോഹാൻ സിംസേക്ക് എന്നാണ്, അതാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, വിട്ടേക്കുക. ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത്, ടോപ്പ് നോട്ടിൽ പാഷൻ ഫ്രൂട്ട്, പൈനാപ്പിൾ, മാൻഡറിൻ, ഓറഞ്ച്. മിഡിൽ നോട്ടിൽ വരുമ്പോൾ ജിഞ്ചർ, ബ്ലാക്ക് പെപ്പർ, ജാസ്മിൻ. ബേസ് നോട്ടിൽ വാനില, മസ്ക്, പ്രലീൻ, സാൻഡൽവുഡ്, വെട്ടിവേർ, പച്ചുളി. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് എന്ന നോട്ടിനോട് മലയാളികൾക്ക് പ്രത്യേക ഒരു താല്പര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള നോട്ടാണ്. കാരണം പാഷൻ ഫ്രൂട്ടിൻ്റെ മണം ഇഷ്ടമില്ലാത്ത ആളുകൾ കുറവാണെന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് വളരെയേറെ കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന ഒരു മണമാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ നോട്ടുള്ള പെർഫ്യൂം മലയാളികൾ കൂടുതലായിട്ട് വാങ്ങുന്നതിന് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പാഷൻ ഫ്രൂട്ട് ചേർത്തിട്ടുണ്ട്, പൈനാപ്പിൾ ചേർത്തിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്തപ്പോൾ വേറൊരു ഫ്രൂട്ടിൻ്റെ മണം കൂടി എനിക്ക് കിട്ടി. അത് എനിക്ക് മാത്രം കിട്ടിയതാണോ അത് നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം.
ഓൾറെഡി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി അടിക്കാം. സ്പ്രെയർ നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയറാണ്. ഓ, ഓപ്പണിങ്ങിന് കൊടുക്കണം പൈസ. അടിപൊളി, വളരെ വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഓപ്പണിങ്. എന്താ പറയുക, ഫോൾ ഇൻ ലവ്. ആദ്യത്തെ സ്പ്രേ തന്നെ നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ആദ്യത്തെ സ്പ്രേ തന്നെ ഫ്രാഗ്രൻറ്റിക്കിൽ കയറിയിട്ട് നമുക്ക് കിട്ടിയ അതേ ഇനീഷ്യൽ റിയാക്ഷൻ തന്നെയാണോ മറ്റുള്ളവർക്ക് കിട്ടിയതെന്ന് അറിയാനായിട്ടുള്ള ഒരു കൗതുകം തോന്നും. അത്രമാത്രം നമുക്ക് പ്രിയപ്പെട്ടതാകുമ്പോൾ, അത്രമാത്രം ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു റിവ്യൂസിലേക്ക് നോക്കുന്നത്. നമുക്ക് ഓക്കെ, വാങ്ങിയത് കൊള്ളാം, വർത്തായി, ഒടുവിൽ നല്ലൊരു സാധനം, ഇത്ര രൂപ മുടക്കിയിട്ട് നല്ലൊരു പെർഫ്യൂം കിട്ടിയല്ലോ, ആ ഒരു ഫീലിംഗ് ആണ് ആദ്യത്തെ സ്പ്രേയിൽ കിട്ടുന്നത്. ഓക്കെ, ഇതിൽ കിട്ടുന്ന മണം എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ട് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പുളിപ്പും മധുരവും ചേർന്നുണ്ട്. ഈ പുളിപ്പും മധുരവും ചേർന്നുള്ളതാണ് നമ്മൾ വീട്ടിൽ അടുക്കളയിൽ കട്ട് ചെയ്താൽ പുറത്ത് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുന്നത്, കരണ്ടി വെച്ച് കോരി കുടിക്കും അല്ലേ. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, ചുമന്നിരിക്കും, നല്ല മധുരമാണ്. അതിനകത്ത് ഈ പറഞ്ഞ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, നമ്മൾ പഴുത്തത് അതേപടി കട്ട് ചെയ്ത് മുറിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിന്റെ ആ ചുമപ്പും മഞ്ഞയും ഓറഞ്ചും കലർന്ന ഫ്രൂട്ടല്ലേ പാഷൻ ഫ്രൂട്ടിന്റെ ആ ഒരു ടൈപ്പ്, അതിന്റെ മണമാണ് സ്വീറ്റ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിന്റെ. എമ്മി സ്വീറ്റ് സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഒപ്പം പൈനാപ്പിൾ നമുക്ക് വളരെ സട്ടിലായിട്ടായിരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഫ്രൂട്ടിന്റെ നോട്ടും കൂടെ കൊടുത്ത്. മാൻഡറിൻ ഓറഞ്ചൊന്നും കിട്ടില്ല, പക്ഷെ എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത് പേരക്കയുടെ നോട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് എന്തോ ഇനിയിപ്പോൾ ഈ പൈനാപ്പിളും ഓറഞ്ച് ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പേരക്കയുടെ മണം എനിക്ക് കിട്ടുന്നുണ്ട്. ഈ പാഷൻ ഫ്രൂട്ടും ഈ പറഞ്ഞ പേരക്കയുടെയും പൈനാപ്പിളിന്റെയും മാൻഡറിൻ ഓറഞ്ചിന്റെയും മണമൊക്കെ ചേർന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ്, വളരെ കാം ആൻഡ് സൂത്തിങ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഓപ്പണിംഗ്. ചില പെർഫ്യൂമിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹാർഷ് ആയിരിക്കും, അല്ലെങ്കിൽ അല്പം വൈൽഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരിക്കും. മുഖത്തൊരു പഞ്ച് കിട്ടുന്ന പോലത്തെ ഓപ്പണിംഗ്. ഇതങ്ങനെയല്ല, ഒരു പൂ വിരിയുന്നത് പോലെ വിടർന്നു വരും. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈൻ ഒന്നുമില്ല, നമുക്കറിയാവുന്ന സാധനം വെച്ചിട്ട്. ഞാൻ പറയാറുണ്ട് പലപ്പോഴും, ഈ പെർഫ്യൂം ഒരുപാട് കോംപ്ലക്സ് ആക്കിയത് കൊണ്ട് ഒരിക്കലും ക്വാളിറ്റി കൂടണമെന്നില്ല. ഒരു ലൈക്കബിലിറ്റി ഉണ്ട്, നമുക്ക് അടിക്കുമ്പോൾ ഇഷ്ടപ്പെടണം. അത് മിനിമൈസ് ചെയ്താൽ മതി. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഡി എൻ ഉള്ളത് മോശം എന്ന് പറയുന്നതല്ല, പക്ഷെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ തന്നെ നമുക്ക് വളരെ ഫെമിലിയർ. ഇപ്പോൾ ഇതിനകത്തുള്ള ജിഞ്ചർ ആണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും പാഷൻ ഫ്രൂട്ട് ആണെങ്കിലും വാനില ആണെങ്കിലും സാൻഡൽവുഡ് ആണെങ്കിലും വെട്ടുവർ ആണെങ്കിലും, അതായത് രാമച്ചം, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന മണം തന്നെയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ചേർത്ത് വളരെ സിമ്പിൾ ആയിരിക്കണം, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം. ആ രീതിയിലാണ് ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറേ നോട്ടുകൾ ചേർക്കാൻ അറിയാവുന്ന കരുതി ഇഷ്ടംപോലെ നോട്ടുകൾ ചേർത്തിട്ട് ഇറക്കുന്നതല്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നോട്ടുകൾ അത് ഏറ്റവും നല്ല രീതിയിൽ അത് പാകം ചെയ്യണം. ഒരു കൈപ്പുണ്യം എന്ന് പറയത്തില്ലേ മലയാളത്തിൽ, കൈപ്പുണ്യത്തോടു കൂടി വളരെ എൻജോയ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ എനിക്ക് ഒരു കൈപ്പുണ്യം ഈ ഒരു പെർഫ്യൂമിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നോട്ട് കിട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നോട്ട് വെച്ചിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു മണമായിട്ട് അത് മാറ്റിയെടുത്തു. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോട്ട് കൊടുത്തത് കൊണ്ടൊരു കാര്യമില്ല, നമുക്ക് വീണ്ടും വീണ്ടും അടിക്കാനുള്ള ഒരു പ്രേരണ തോന്നിപ്പിക്കണം. അത് സെഡക്റ്റീവ് ആയിരിക്കണം, വെൽക്കമിങ് ആയിരിക്കണം. ഇപ്പോൾ ചില പെർഫ്യൂംസ്, പെർഫ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്, മണമുള്ളതാണ്. അപ്പോൾ ചില പെർഫ്യൂം എന്ന് പറയുന്നത് മണം ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നമുക്കുള്ള നല്ല മണം, പക്ഷെ വീണ്ടും നമുക്ക് ട്രൈ ചെയ്യാനൊന്നും തോന്നുന്നില്ല, അത് മാറ്റി വെക്കും, എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോൾ അടിക്കാം. പക്ഷെ ചിലത് അങ്ങനെയല്ല, നമുക്ക് അടിച്ചിട്ട് ആ മണം ഒന്ന് കെട്ടടങ്ങുമ്പോൾ വീണ്ടും എടുത്തടിക്കാൻ തോന്നും. മനസ്സിലായില്ലേ? മണം നല്ലതാണ്, ഒരു സാഹചര്യം വരട്ടെ നമുക്ക് അടിക്കാം എന്ന് കരുതി നമ്മൾ മാറ്റി വെക്കാറാണ് പലപ്പോഴും. എന്നാൽ ചില പെർഫ്യൂമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അടിച്ചു തീർന്ന് മണം പോയതിനു ശേഷവും ഒന്നും കൂടി ഒന്ന് മണത്താം. നമുക്ക് ആ മണത്തിനോടുള്ള ഒരു ഭ്രമം, ഒരു ആവേശം, വീണ്ടും വീണ്ടും ഒന്ന് അടിച്ചു നോക്കണം എന്നുള്ള ഒരു പ്രേരണ തരുന്നെങ്കിൽ അതാണ് ആ പെർഫ്യൂമിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു താല്പര്യം കൂടെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് ഈ ഒരു പെർഫ്യൂമിനോട് തോന്നി. അപ്പം വളരെ സെഡക്റ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം, വീണ്ടും വീണ്ടും നമ്മളെ സെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു DNA ആണ്. ഇതിനകത്ത് കുറെ കഴിയുമ്പോൾ ജിഞ്ചറിന്റെ നോട്ടും ബ്ലാക്ക് പെപ്പർ നോട്ടും വരും. അത് വളരെ ഈ ഫ്രൂട്ടി നോട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതിന് പച്ചുള്ളിയുടെ നോട്ട്, പിന്നെ ഡ്രൈഡോണിൽ കിട്ടുന്ന ഒരു വാനില മസ്കിന്റെ ഒക്കെ സ്മെല്ല്, ക്ലൈമാക്സ് ഡ്രൈഡോണൊക്കെ അടിപൊളി ഡ്രൈഡോൺ ആണ്. പക്ഷേ ഡ്രൈഡോണിൽ വരുമ്പോഴും നമുക്ക് ആ ഓപ്പണിംഗിൽ ആ ഫ്രൂട്ടി നോട്ട് നമുക്ക് അപ്പോഴും കിട്ടും. ഞാൻ പറഞ്ഞ പോലെ കോംപ്ലക്സ് അല്ലാത്തൊരു DNA ആയതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രായഭേദമന്യേ ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് കജൽ ഐക്കൺ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഈ നമുക്കൊക്കെ ഒരുപാട് പെർഫ്യൂം അല്ലേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ LVയുടെ തന്നെ ഒരുപാട് ക്ലോണുകൾ ഇറങ്ങി. ഇപ്പം 40,000, 50,000, 60,000 രൂപ വില വരുന്ന പെർഫ്യൂം സെലിബ്രിറ്റികൾക്ക് അല്ലെങ്കിൽ കോടീശ്വരന്മാർക്ക് അല്ലെങ്കിൽ പൈസക്കാർക്ക് മാത്രം വാങ്ങാൻ പറ്റുന്നതും സാധാരണക്കാർക്ക് അപ്രാപ്യമെന്ന് കരുതിയ പല പെർഫ്യൂമുകളും ഇന്ന് അതേ ക്വാളിറ്റിയോടുകൂടി തന്നെ നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്ന ഒരുപാട് ക്ലോൺ ബ്രാൻഡുകൾ, ഇൻസ്പയർഡ് ബ്രാൻഡുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ ഈ മണം വളരെ അടുത്തറിയാവുന്ന മണമായിട്ട് മാറിക്കഴിഞ്ഞു. എല്ലാവർക്കും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് സ്നിഫ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ കോടീശ്വരന്മാർ അവർ പുറത്തിറങ്ങുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ LV ഇമാജിനേഷൻ്റെ മണം അല്ലെങ്കിൽ അതുപോലുള്ള പെർഫ്യൂമിൻ്റെ മണം ഇപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാം. അപ്പം ഇത് ഇവർ ചിന്തിക്കുന്നുണ്ടാവില്ലേ, ഒരു യൂണീക്ക് വേണം. ഞാൻ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവർ ഇപ്പോൾ ബക്രാത്തിൻ്റെ മണമുള്ളത് ഞാൻ അടിച്ചിട്ട് പോകുമ്പോൾ അതേ മണം മറ്റുള്ളവർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണുള്ളത് അല്ലേ? അപ്പോൾ യുണീക്നെസ്സിനാണ് എപ്പോഴും ലോകത്ത് വിലയുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം,
അപ്പോൾ അത്തരം സെലിബ്രിറ്റി ഇപ്പോൾ നമ്മൾ തന്നെ കുറേ പെർഫ്യൂം ഉണ്ടായിട്ട് നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഈ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഇത്തരം ആളുകളൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു മണം നമുക്ക് കിട്ടാത്തത്. അതിന്റെ കാരണം അവർ ട്രൈ ചെയ്യുന്നത് നമ്മൾ ട്രൈ ചെയ്യുന്ന സാധനമല്ല, അവർ ട്രൈ ചെയ്യുന്ന വളരെ യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂം ആയിരിക്കും. അതുപോലെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു DNA ആണ് ഇത്. നിങ്ങൾ 8-9 സ്പ്രേ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീൽ ആയിരിക്കും കിട്ടുക. എടാ എൻ്റെ ഒരു 10-300 പെർഫ്യൂം ഉണ്ട് കേട്ടോ, പക്ഷേ ഇയാൾ പോയപ്പോൾ കിട്ടിയ മണം എൻ്റെ കയ്യിലുള്ള ഒരു പെർഫ്യൂമായിട്ട് ചേരാത്തൊരു മണമാണ് എന്ന് പറയിപ്പിക്കണമെങ്കിൽ ഇതുപോലുള്ള യുണീക്ക് ആയിട്ടുള്ള DNA നിങ്ങൾ ട്രൈ ചെയ്യണം. നമ്മുടെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത എക്സ്ട്രാ ചേർത്താലേ ഒരു വെറൈറ്റി വരും എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫ്രഷ്, ഫ്രൂട്ടി, ഫ്ലോറൽ അല്ലെങ്കിൽ നീഷ് ക്വാളിറ്റി ആ ഒരു വർക്ക് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങൾ പെർഫ്യൂമിനോട് ഭ്രാന്തുള്ളവർ നിങ്ങൾ ട്രൈ ചെയ്യണം, ഇങ്ങനെയുള്ള DNA ട്രൈ ചെയ്യണം. അപ്പം ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. കജാൽ എമർ ട്രൈ ചെയ്യുക, ഇതും ട്രൈ ചെയ്യുക. ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡായിട്ട്, ഒരു ഹൗസായിട്ട് മാറി ഈ കജാലിൻ്റെ ഒരു ഹൗസ്. ഇനിയും അവരുടെ ദഹാബ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഉണ്ട്, അതും കൂടെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റിൽ പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏകദേശം 7 മണിക്കൂറാണ് ലോങ്ജിവിറ്റി. അതിനപ്പുറം കിട്ടും, ഞാൻ എന്നാൽ എക്സാഗ്രേറ്റ് ചെയ്യുന്നില്ല, ഓവർ ഹൈപ്പ് കൊടുക്കുന്നില്ല. 7 മണിക്കൂർ നിങ്ങൾ മനസ്സിൽ കരുതിക്കോ. ഇതിൻ്റെ പ്രൊജക്ഷൻ ആദ്യത്തെ 2-3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ്. ആൾക്കാർ നോട്ടീസ് ചെയ്യുന്ന തരത്തിലുള്ള സെൻ ക്ലൗഡ് ഒരു രൂപപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ അത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, മണം പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ചിലർക്ക് നോസ് ബ്ലൈൻഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏത് പ്രായക്കാർക്ക്, ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം, ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിലും നമുക്ക് യൂസ് ചെയ്യാം, ഏത് കാലാവസ്ഥയിലും അടിക്കാം. കേരളത്തിലെ കാലാവസ്ഥയിൽ വർക്കൗട്ട് ആവുന്ന ഒരു DNA ആണ്, കാരണം ഇത് ട്രോപ്പിക്കലാണ്, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നോട്ടുകളും പക്ഷേ ഭയങ്കര സെക്സി ആയിട്ടുള്ള മണം. അതെനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക, ട്രൈ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, കാലാവസ്ഥ ഏത് പരിപാടിക്കും, പ്രത്യേകിച്ച് കല്യാണം പോലുള്ള ചടങ്ങുകൾ, പാർട്ടി, ഗെറ്റ് ടുഗദർ, കുടുംബമായിട്ടൊക്കെ ഒത്തുചേരലൊക്കെ ഉണ്ടല്ലോ, ഇത്തരം സാഹചര്യങ്ങളിൽ, പിന്നെ പുറത്ത് പോകുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ ഒരു പെർഫ്യൂം ലവറാണ്, നല്ലൊരു പെർഫ്യൂം ഗിഫ്റ്റ് ചെയ്യണം. ഷാനേൽ, ഡിയോർ അല്ലെങ്കിൽ YSL, വെർസാച്ച്, അതുപോലെ ബ്രാൻഡൊക്കെ മറന്നേക്ക്. ഇതുപോലുള്ള വെറൈറ്റീസ് ആണ് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുക, നിങ്ങൾ ഓർത്തിരിക്കും. ഈ സാധനം ഓരോ തവണ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കും. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു പെർഫ്യൂം നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇത് ഓരോ തവണ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളെ ഓർക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു പെർഫ്യൂം വാങ്ങി, പക്ഷേ 10-15,000 മുകളിൽ വില വരും, അത് മനസ്സിൽ വയ്ക്കുക. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഇപ്പോൾ ഡീക്കൻ്റായിട്ട് ഞാനത് 5 ml 10 ml കൊടുക്കുന്നുണ്ട്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ബ്ലൈൻഡായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത്രയും വില വരുന്നതുകൊണ്ടാണ്. ഒരു 5,000 താഴേക്കാണെങ്കിൽ ഓക്കെ, പക്ഷേ 10,000-16,000 രൂപ വില വരുന്നൊരു പെർഫ്യൂം ഞാൻ ബ്ലൈൻഡായിട്ട് അടിക്കാൻ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് അടിച്ചു നോക്കി, ഒരു 8 സ്പ്രേ അടിച്ചിട്ട് പോയി. അപ്പം രാവിലെ 7:30 പോയത്, ഓർത്തോ ചെന്നപ്പോൾ ആ ഭാഗത്ത് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴിയിൽ നല്ല ഞെരുക്കുണ്ടായിരുന്നു. ഇത് അടിച്ചിട്ടാണ് പോയത്. അപ്പം എൻ്റെ അടുത്ത് നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരിൽ നിന്ന് എനിക്ക് കിട്ടിയ റിയാക്ഷൻ അനുസരിച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ആരും അയ്യോ കൊള്ളാം സൂപ്പർ വേണം എന്നൊന്നും പറയില്ലല്ലോ. പക്ഷേ ആൾക്കാരുടെ റിയാക്ഷൻ വെച്ച് എനിക്ക് മനസ്സിലായി, ഞാൻ പോയപ്പോൾ ഇവരെല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. അടിച്ചിട്ട് പോയത് ഈ സാധനമായിരുന്നു. അപ്പോൾ കോംപ്ലിമെൻറ്റ് കിട്ടേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. വില ഞാൻ 2-3 വട്ടം പറഞ്ഞു. ഇതിൻ്റെ കമൻറ്റിൽ ചിലർ റേറ്റ് ചോദിക്കുന്നുണ്ട്. 15,000 മുകളിലാണ്. സ്പ്ലാഷിലുണ്ട് ഏകദേശം 20,000-20,000 റേറ്റ് വരുന്നുണ്ട് ചില സൈറ്റിൽ. പക്ഷേ റീറ്റെയിൽ പാക്ക് അറൗണ്ട് ഒരു 15-16 റേഞ്ചാണ് വരുന്നത്. ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്.